സർ, എമ്പുരാൻ ഇതാണിപ്പോ എല്ലായിടത്തും ചർച്ചാ വിഷയം. വലിയ ഹൈപ്പോട് കൂടി വന്ന സിനിമയാണ്. പക്ഷെ ഒരു വിഭാഗത്തെ വലിയ തോതിൽ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് പൃഥ്വിരാജ് അതിനെ പരുവപ്പെടുത്തിയെടുത്തു. മോഹൻലാലിനെ പോലും ചതിച്ചു എന്നാണ് പലരും പറയുന്നത്. കാരണം പ്രിവ്യൂ ഷോ കാണുന്ന ഒരു രീതിയൊന്നും മോഹൻലാലിന് ഇല്ല. ഇതിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ അത്ര വിശ്വസനീയവുമല്ല. മോഹൻലാൽ ഇതൊന്നും അറിയാതെ ഇതിൽ ചെന്ന് അഭിനയിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ മോഹൻലാൽ ഒരു മൊണ്ണയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു അതുല്യ നടൻ ഇങ്ങനെയൊക്കെ ഒന്നും അറിയാതെ അഭിനയിച്ചു. എന്തായിരിക്കും പൃഥ്വിരാജ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത്? അല്ല, പൃഥ്വിരാജിന് കേരള സമൂഹത്തിൽ ഒരുപാട് മുറിവേറ്റ ഒരാളാണ്. അദ്ദേഹം കുഞ്ഞഹമ്മദിൻ്റെ സിനിമയുമായിട്ട് വാര്യം കുന്നനെ കുറിച്ച് സിനിമ എടുക്കാനായിട്ട് ആഷിഖ് അബുവായിട്ടൊരു പദ്ധതി തയ്യാറാക്കി വന്നതാണ്. അതിനകത്ത് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഈ ചരിത്ര സംഭവങ്ങളെ സിനിമയാക്കുമ്പോൾ വസ്തുത സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നോക്കി അതുണ്ടാക്കാവുന്ന ഇന്നത്തെ ഇമ്പാക്റ്റും കൂടെ കണക്കിലെടുത്ത് ഒരു കലാസൃഷ്ടി ഉണ്ടാക്കാൻ പറ്റും. കലാസൃഷ്ടി എപ്പോഴും സത്യസന്ധമായിരിക്കണം. അതിനകത്ത് ഭാവന കലർത്താം. ഭാവന ആരെങ്കിലും നിന്ദിക്കുവാനോ തകർക്കുവാനോ ഏതെങ്കിലും രാഷ്ട്രീയ കുൽസിത ലക്ഷ്യത്തിനോ വേണ്ടിയാകരുത്. അത് സത്യസന്ധമായ കലാപ്രവർത്തനമല്ല. പക്ഷേ ഈ മനുഷ്യൻ കലാകാരൻ എന്നതിനേക്കാൾ ഉപരി കക്ഷി രാഷ്ട്രീയക്കാരനായി മാറുന്നു. അതായിരുന്നു ആ സിനിമയുടെ പേരിൽ അയാൾക്ക് ചെറിയ ഒരു അപമാനം നേരിട്ടു. അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അതിൻ്റെ ക്ഷീണം തീർക്കാനെന്ന ആവേശത്തിൽ അദ്ദേഹം കിട്ടിയ അവസരം ഉപയോഗിക്കുന്നത് പോലെയാണ് ഈ സിനിമയിൽ പെരുമാറിയതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും മുരളി ഗോപി ധീരനായ തിരക്കഥാകൃത്താണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. പണ്ട് ലെഫ്റ്റ് റൈറ്റ് എഴുതി മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയനെ അടക്കമുള്ള നേതാക്കളെ അദ്ദേഹം സറ്റേറിക് ആയിട്ട് അവതരിപ്പിച്ചു. ആ സിനിമ 3-ാം ദിവസം ചുരുട്ടിക്കെട്ടി തിയേറ്ററിൽ നിന്നെല്ലാം പോയി. അതൊരു വലിയ ഡീലിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടു. അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഇപ്പോൾ പിന്നീട് അദ്ദേഹം പല രാഷ്ട്രീയ വിഷയങ്ങളും തിരക്കഥയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ ഇമ്മീഡിയറ്റ് പാസ്റ്റിലെ സമീപകാല ചരിത്രത്തിലെ ഒരു രാഷ്ട്രീയ സംഭവം, വിവാദമായ ഒരു സംഭവം എടുത്ത് അതിൻ്റെ മതപരമായ എലമെൻറ്റ്സ് ധാരാളമുള്ളത് ഒരു സംഭവം എടുത്തിട്ട് തിരക്കഥയാക്കി സിനിമയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ സമീപനം സത്യസന്ധമായിരിക്കണം. കാരണം അത് ഉണ്ടാക്കാവുന്ന സാമൂഹിക രാഷ്ട്രീയ ഭവിഷ്യത്തുകൾ, മനുഷ്യ മനസ്സിലുണ്ടാക്കാവുന്ന മുറിവുകൾ. കാരണം ഗോദ്ര സംഭവം ഇന്ത്യയിലെ ഒരു ഹിന്ദു മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന മുറിവാണ്. മറ്റൊരു വാർത്തയായി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഉപജീവിച്ച് അതിൻ്റെ അനന്തരഫലങ്ങളെന്ന നിലയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള വിടുവേലയാകരുത് സിനിമ. മുരളി ഗോപി ആണ് ആ തിരക്കഥയുടെ പൂർണ്ണമായ ഉത്തരവാദി എങ്കിൽ അദ്ദേഹം കാണിച്ചത് വളരെ മോശമാണ്. അതേ സമയത്ത് അത് തൻ്റെ കലിപ്പ് തീർക്കുവാൻ വേണ്ടി പൃഥ്വിരാജ് എന്ന നടനാണോ സംവിധായകനാണോന്നും അദ്ദേഹത്തിന് ഇനിയും വ്യക്തമല്ലാത്ത ഒരു കഥാപാത്രം. ആ മനുഷ്യൻ കാണിച്ചു കൂട്ടിയ ഒരു വെപ്രാളമുണ്ട്. അതിന് ഇരയാക്കിയത് 2 പേരെയാണ്. അതിലൊന്നാമത് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ആ ആക്ടർ മോഹൻലാൽ. ഈ മോഹൻലാലിനെ പറ്റി ഈ സിനിമ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചപ്പോൾ, ഒരു മീഡിയയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മലയാള സിനിമയിലെ ഏറ്റവും മൂല്യമുള്ള വസ്തു മോഹൻലാൽ എന്ന നടൻ്റെ സമയമാണ് എന്ന്. അപ്പോൾ മോഹൻലാൽ അത്ര മൂല്യവത്തായ സമയത്തിൻ്റെ ഉടമയാണെങ്കിൽ ആ സമയം ഇയാൾ വാങ്ങി ദുരുപയോഗം ചെയ്തു. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. 2, ഒരു ഉത്തരവാദിത്തമുള്ള അഭിനേതാവ് എന്ന നിലയിൽ മോഹൻലാൽ ചെയ്യേണ്ടിയിരുന്നത് താൻ അഭിനയിച്ച റോൾ താൻ ആ സിനിമയിൽ എങ്ങനെ പെർഫോം ചെയ്തു, അതെങ്ങനെ ഉപയോഗിക്കപ്പെട്ടു, അത് ഇനി ഏത് കോണ്ടസ്റ്റിൽ ആണ് ഇത് വന്നിരിക്കുന്നത് എന്ന് ഒരു തവണയെങ്കിലും ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നതിന് മുമ്പ് അത് പരിശോധിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശീലം ഏത് അവസരങ്ങളെ ഉപയോഗിച്ച് പെർഫോം ചെയ്തിട്ട് അദ്ദേഹം അങ്ങ് പോവും, പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകരും പ്രത്യേകിച്ച് അദ്ദേഹത്തെ പലതവണ പ്രൊമോട്ട് ചെയ്ത് 5 സിനിമ എടുത്തിട്ടുള്ള മേജർ രവിയെ പോലെയുള്ളവരൊക്കെ പറയുന്നു.
അങ്ങനെ ഒരു ശീലം ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ഇതുപോലെ ഒരു കോൺട്രോവേഴ്സ്യൽ സബ്ജക്റ്റ് സിനിമയാക്കുമ്പോൾ ഒന്നേ അതിൻ്റെ തിരക്കഥ വായിച്ച് ബോധ്യപ്പെടണം, ഇല്ലെങ്കിൽ തൻ്റെ റോള് അതിലെങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നറിയണം. അതെ, അവസാനം ആ സിനിമ പൂർത്തിയായതിനു ശേഷം അതിൻ്റെ പ്രിവ്യൂ കാണണം. ഇത്രയും തൃപ്തി വരുത്തിയതിന് ശേഷമല്ലേ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാവൂ. കാരണം ഇതൊരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാണ്, ഒരു കോഡ് സബ്ജക്റ്റാണ്, ഒരു പ്രേമകഥയല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹിത്യകൃതി സിനിമയാക്കിയതല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ താരതമ്യേന കുറവായിരിക്കും. പക്ഷേ ഇത് ഈ 25 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്, കാൽനൂറ്റാണ്ടിന് ഇപ്പുറം നടന്ന ഒരു സംഭവത്തെ ഉപജീവിച്ച ഒരു സിനിമയാകുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. നമുക്ക് അതിൽ എന്താണ് സംഭവിച്ചത്, ഗോദ്രയിൽ എന്ത് നടന്നു, അനന്തരം ഗുജറാത്തിൽ എന്തു നടന്നു എന്നുള്ളതെല്ലാം ഭയങ്കരമായി ഡേ ടു ഡേ അടിസ്ഥാനത്തിൽ നമ്മുടെ കൺമുൻപിൽ വരികയും വായിക്കപ്പെടുകയും അതിനുശേഷം ദീർഘമായ ചർച്ചകൾ പല നിലയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടായതുമാണ്. അതിൽ ഒരു വശം മാത്രം എല്ലാവരും അവരവർക്ക് വേണ്ടത് മാത്രം വെച്ച് സംസാരിക്കുന്നവരായ ആണ് ഇപ്പോഴും ഉള്ളത്. അതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ട് കുൽസിത ശ്രമങ്ങൾ നടത്തുന്നവരും കുറവല്ല. കേരളം പോലെ വളരെ സെൻസിറ്റീവായ സിനിമയിലൂടെ കാര്യങ്ങളെ സത്യസന്ധമായി കാണാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ പറയുന്നത് അത് മോഹൻലാലിനെ പോലെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നടൻ അഭിനയിക്കുമ്പോൾ അതിൽ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ നേരത്തെ സുകുമാർ അഴീക്കോടും മോഹൻലാലും തമ്മിലൊരു വിവാദം ഉണ്ടായിരുന്നു 13 വർഷം മുമ്പ്, നമ്മൾ ഓർക്കുന്നുണ്ട്. അത് മോഹൻലാലിൽ നിന്ന് നടൻ ജനങ്ങൾ അദ്ദേഹത്തിനുള്ള വിശ്വാസം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സ്വർണ്ണക്കടയുടെ പരസ്യത്തിൽ വന്ന് വ്യാജ സ്വർണത്തിനെ വെള്ളപൂശുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി പരിശോധിക്കാതെ കൊമേഴ്ഷ്യലൈസേഷന് കൂട്ടുനിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഇമേജും സൽപ്പേരും ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതിനെതിരെ സമൂഹ മനസാക്ഷി ഉണരുന്നതിന് തുല്യമായിട്ട് സുകുമാർ അഴീക്കോട് അതൊരു ഇഷ്യൂ ആക്കുകയായിരുന്നു. അപ്പോൾ അതിന് മോഹൻലാൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വൃത്തിയായിട്ടൊരു കമൻ്റ് അടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താരങ്ങൾ ചാരമാകാൻ വളരെ എളുപ്പമാണ്. സുകുമാർ അഴീക്കോടിൻ്റെ പ്രയോഗമാണ്. അതുപോലെ ഈ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ചാരമാകാതെ സൂക്ഷിക്കട്ടെ. തീർച്ചയായിട്ടും.